Hi friends, ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ സെയിം ക്വാർട്ടറിൽ എൻട്രിയും സെയിം കൂട്ടത്തിൽ തന്നെ എക്സിറ്റും ബേസ്ഡ് ഓൺ റിസൾട്ടിൻ്റെ ബേസിലുള്ള എൻട്രി എക്സിറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മാക്സിമം എന്ത് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഷോർട്ട് സ്വിംഗ് ട്രേഡിന് നമ്മൾ കയറുന്നതും ഇറങ്ങുകയും ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്തുള്ള എൻ്റെ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് ബൈ മെയ് 2nd വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള കാര്യം 28 ഡേയ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാണെന്ന് വെച്ചാൽ ആദ്യത്തെ 6 ദിവസം സ്ട്രോങ് ആൻഡ് ഡീപ്പ് ഫണ്ട് അനാലിസിസ്, ദാറ്റ് മീൻസ് മൾട്ടി ബാഗർ പിക്ക്, എങ്ങനെയാണ് ഇമ്പാക്ട്ഫുൾ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ടയിലെ കുറച്ച് സീക്രറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് റിപ്പോർട്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിംഗ്, കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 22 ഡേയ്സ് എന്ന് പറയുന്നത് ബിഹേവിയർ പാറ്റേണും ടെക്നിക്കൽ അനാലിസുമാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡ് ആണ്, പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീക്രറ്റ്സും അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഒബ്സർവേഷനാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ മീഡിയം. ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഇൻഫറൻസിലേക്ക് മാറും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ വരുന്ന മെയ് മാസം 2nd വീക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് 28 ഡേയ്സ് ഓഫ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, പെബിൾസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു സെബി രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റാണ്. എനിക്ക് എൻ്റെ ആയിട്ടുള്ള ലീഗൽ ഫ്രെയിംസ്, ലീഗൽ റൈറ്റ്സ് ഉണ്ട്. സോ ഞാൻ ഒരു Q&A സെഷൻ പ്ലാൻ ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രയോജനം വരുവാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഫോർ മീ ആക്ച്വലി. സോ ഫസ്റ്റ് Q&A സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വരുന്ന 14th, ദാറ്റ് മീൻസ് 14th സൺഡേ ആണ്. സൺഡേ നൈറ്റ് 9 o'clock നമുക്ക് പ്ലാൻ ചെയ്യാം. Q&A സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യം വേണം ചോദിക്കാം. സെബി റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ സൂം ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും പങ്കെടുക്കാം. ഇതൊരു നോളജ് ഷെയറിംഗ് സെഷനായിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് നമ്മുടെ നോളജ് എൻഹാൻസ് ചെയ്യണം. നമ്മൾ ഒരേ ലെവലിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ നോളജ് പതുക്കെ കൂട്ടി പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാർക്കിൽ ഏത് മാർക്കിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ആ സമയത്ത് ലൈവായിട്ട് എന്നോട് ചോദിക്കാം. ഞാൻ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ മാസം 14th തീയതി രാത്രി 9 മണിക്കാണ്. സോ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഐ ഇൻവൈറ്റ് യു ടു പാർട്ടിസിപ്പേറ്റ്. ആ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ടെക്നിക്കൽ ചാർട്ടിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി ഒരു സ്റ്റഡി ആയിട്ട് കൂട്ടിയാൽ മതി. നമ്മൾ ഇന്നലെ മാർക്കറ്റ് FPIസിന്റെ മൊറീഷ്യസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂൽ മാർക്കറ്റ് താഴെ പോകുന്നത് നമ്മൾ കണ്ടു. നിഫ്റ്റി നല്ലോണം കറക്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു. പക്ഷെ നിഫ്റ്റി കറക്റ്റ് ചെയ്തിട്ട് പോലും CDSL ഇന്നലെ ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് കൊടുത്തു. CDSL പോലെ തന്നെ ബ്രേക്ക്ഔട്ട് എടുത്ത വേറെ സ്റ്റോക്കാണ് ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ 2 സ്റ്റോക്ക് കൊടുത്തത്. ഈ 2 ബ്രേക്ക്ഔട്ട്സും ബേസിക്കലി വോളറ്റാലിറ്റി കോൺട്രാക്ഷൻ അല്ലെ ടൈറ്റ് കൺസോളിഡേഷനിൽ നിന്ന് കൊടുത്ത ബ്രേക്ക്ഔട്ട് ആണ്. ടൈറ്റ് കൺസോളിഡേഷനെ കുറിച്ചും വോളറ്റാലിറ്റി കോൺട്രാക്ഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതൊരു 5 minutes വീഡിയോയ്ക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ധാരാളം ഉണ്ടെങ്കിലും ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലാണ് ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട പോലൊരു കാര്യം, എപ്പോഴും നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ റിലേറ്റീവ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. അതിനാണ് കുറച്ചുകൂടെ കയറിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതൽ. പിന്നെ നിഫ്റ്റി ആയിട്ട് നോക്കാൻ നേരത്ത് നമ്മുടെ സ്റ്റോക്ക് റിലേറ്റീവ്ലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. CDSL റിലേറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. RS സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ RS സ്ട്രോങ് അല്ല, RS വീക്ക് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 2 സ്റ്റോക്ക് ഒരേപോലെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഫോക്കസ് റിലേറ്റീവ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെ ആയിരിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം, മനസ്സിലാക്കണം. ഞാൻ വോളിയം ഓൺ ചെയ്തിട്ടില്ല, ഞാൻ വോളിയം ഇപ്പോൾ ഓൺ ചെയ്യുവാണ്. വോളിയം ഓൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? ഈ ഒരു ക്യാൻഡില് ഡേ ടൈം ഫ്രെയിം ആണ്. ഈ ഒറ്റ ക്യാൻഡിൽ വന്ന വോളിയം എത്രയാണ്? ഈ വന്ന ക്യാൻഡിൽ വന്ന ടോട്ടൽ വോളിയം വന്നിരിക്കുന്നത് സംതിങ് 21.995 മില്യൺ ആണ്. സംതിങ് 2,10,00,000 ലക്ഷം സ്റ്റോക്കാണ് വിറ്റുപോയത്. ഈ ഒരൊറ്റ ക്യാൻഡിൽ വിറ്റുപോയത്. പക്ഷെ അങ്ങനെ സാധാരണ ഇത്രയും സ്റ്റോക്ക് വിൽക്കാൻ നേരത്ത് ഇത്തരം സ്റ്റോക്ക് വിറ്റ് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? സ്റ്റോക്ക് താഴെ പോകണം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് ഡേ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ നെക്സ്റ്റ് ഡേ അതിനെ കവർ ചെയ്താണ് നെക്സ്റ്റ് ഡേ ക്യാൻഡില് ഓപ്പൺ ചെയ്തതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്തതും. നമ്മൾ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ, ചെറിയ ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ആ ട്രെൻഡ് ലൈന് ടച്ച് ചെയ്താണ് ഈ ഒരു റെഡ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ സ്ട്രോങ് വോളിയം വന്ന ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിലും ഇവിടെ സപ്പോർട്ട് കിട്ടി. അതിനടുത്തുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലും സപ്പോർട്ട് കിട്ടി. അതിന്റെ അടുത്ത ദിവസം നമ്മൾ കണ്ടെത്ത സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലാണ്. അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സ് ഇത്രയും വോളിയം സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും സ്റ്റോക്ക് താഴെ പോയില്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം,
ഏതോ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അത് കംപ്ലീറ്റ് ആ സെല്ലിംഗ് കംപ്ലീറ്റ് എന്താ പറയുന്നത് അബ്സോർവ് ചെയ്തിട്ട് സ്റ്റോക്കിനെ മേളിൽ കയറ്റി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇത് ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒറ്റ ക്യാൻഡിൽ എന്ന് പറയുന്നത് അത് മരബോസുമാണ്. 7.35% ആണ് അപ്പ് കൊടുത്തത്. ആ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് എന്ന് വെച്ചാൽ 2 days ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1729 ആണ് ഓപ്പൺ ചെയ്തത് ആൻഡ് സ്റ്റോക്കിന്റെ ഹൈ 1845 ആണ്. ക്ലോസ് ചെയ്ത് 1837 ക്ലോസ് ചെയ്ത്. ദാറ്റ് മീൻസ് 2 days ഹൈ ക്ലോസ് ചെയ്തതിൽ വോളിയം ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സം സ്ട്രോങ് ബയേഴ്സ് ഇപ്പോഴും സ്റ്റോക്കിലുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സിമ്പിൾ കാണിക്കുന്ന ഫസ്റ്റ് സിമ്പിൾ. അതിനുശേഷം എന്താ സംഭവിച്ചത്? അപ്പൊ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ കൊടുത്തിട്ടാണ് കയറി പോയത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി എന്ത് സംഭവിച്ചു വെച്ചാൽ സ്റ്റോക്ക് അവിടെ ബ്രേക്ക്ഔട്ട് കൊടുത്ത് കയറിയതിനു ശേഷം സ്റ്റോക്ക് ഒരു ടൈറ്റ് കൺസോളിഡേഷനിലാണ് വന്നത്. ഇതിനെ പറയുന്ന പേരാണ് ടൈറ്റ് കൺസോളിഡേഷൻ എന്ന് പറയും. ഇതിനെ പറയുന്ന പേര് ടൈറ്റ് കൺസോളിഡേഷൻ. ഇതാണ് വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ എന്ന് പറയുന്ന കൺസോളിഡേഷൻ ആണ്. ഞാൻ പറയുന്ന പേരാണ് വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ. എപ്പോഴും ശ്രദ്ധിക്കണം, വോളറ്റിലിറ്റി കോൺട്രാക്ട് ആകുമ്പോൾ നമ്മളൊരു സ്പ്രിങ്ങിനെ പിടിച്ചമർത്തി വെക്കുന്നതാണ് കാണുക. നമ്മുടെ കൈ വിടുമ്പോഴത്തേക്ക് സ്പ്രിങ് ചാടിപ്പോവും. അതുപോലെ തന്നെ വോളറ്റിലിറ്റി കോൺട്രാക്ഷനാണ് സ്റ്റോക്ക് എങ്കിൽ ആ സ്റ്റോക്ക് അതിൻ്റെ അകത്തും ചാടിപ്പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഈ നിമിഷം വേണ്ടി ചാടിപ്പോകും. അത് മേളിലേക്ക് ചാടിപ്പോകും, താഴത്തേക്ക് ചാടിപ്പോകും. ഇവിടെ എന്താ സംഭവിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന റെഡ് ക്യാൻഡിൽസിൽ ഈ 3 റെഡ് ക്യാൻഡിലും കമ്പാരിറ്റീവ്ലി വോളിയം വീക്ക് ആണ്. ഇത് ഈ ക്യാൻഡിൽ വോളിയം നോക്ക്, അത് കഴിഞ്ഞുള്ള ക്യാൻഡിൽ വോളിയം നോക്ക്, അതിനുശേഷമുള്ള 3 റെഡ് ക്യാൻഡിൽ വോളിയം വീക്ക് ആണ്. അതിന്റെ അർത്ഥം കാണിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആരും വിൽപ്പനയ്ക്ക് തയ്യാറല്ല, സ്ട്രോങ് ഹാൻഡ്സ് ഒന്നും വിൽക്കാൻ തയ്യാറല്ല. അങ്ങനെയാണ് 3 റെഡ് ക്യാൻഡിലും സാധാരണ കൊച്ചു കൊച്ചു റീറ്റെയിലേഴ്സ് ആണ് ഇവിടെ വിറ്റ് പോയിരിക്കുന്നത്. ടൈറ്റ് കൺസോളിഡേഷനിൽ സ്ട്രോങ് ഹാൻഡ്സിന്റെ പ്രസൻസ് അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽസിൽ വോളിയം ഇല്ല എന്ന് വെച്ചാൽ കാണിക്കേണ്ട കാര്യം സ്റ്റോക്കിന് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് എപ്പോഴും കൂടുതൽ. അതിന്റെ ബേസിലാണ് ഇന്ന് മാർക്കറ്റ് ഇത്രയും താഴെ പോയിട്ട് സ്റ്റോക്ക് 7% സ്റ്റോക്ക് ഇവിടെ അപ്പ് കൊടുത്തത്. മനസ്സിലാക്കേണ്ട കാര്യം വോളറ്റിലിറ്റി കോൺട്രാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. റിലേറ്റീവ് സ്ട്രെങ്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. സ്റ്റോക്ക് കയറിപ്പോകുന്നതിന് മുമ്പും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പും സ്റ്റോക്ക് കാണിക്കുന്ന ചില പ്രവണതകളുണ്ട്. ആ പ്രവണതകളെ നമ്മൾ ആ വോളിയവും അതുപോലെ തന്നെ പ്രൈസ് എസ്കലേഷനും ക്യാൻഡിലുമായിട്ട് നമ്മൾ ഒരേപോലെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ നല്ല ട്രേഡറായിട്ട് മാറുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.